ഹായ് എവ്രിവൺ, ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിലാദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് നെയിം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ യുണീക്കായിട്ടുള്ള ഒരു പേര്, കോമൺ ആയിട്ടല്ലാത്ത യുണീക്കായിട്ടുള്ള ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓൾറെഡി മറ്റ് ബിസിനസ്സുകളൊന്നും ഉപയോഗിക്കാത്ത, നെയിമിംഗ് റെഗുലേഷൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകാത്ത രീതിയിലുള്ള നെയിംസ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ആകുമ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ഇനി അത് രജിസ്റ്റർ ചെയ്യണമെങ്കിലൊന്നും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പിന്നീട് പേര് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു യൂണീക്ക് നെയിം സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പാൻ കാർഡ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പാൻ കാർഡ് മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ ഒരു പാൻ കാർഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബിസിനസ്സിന് കമ്പനി ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമിൽ തന്നെ പാൻ കാർഡിന് അപ്ലൈ ചെയ്യാം. പാൻ കാർഡ് മസ്റ്റാണ്. ഇപ്പം എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് പാൻ കാർഡിന് മുകളിൽ തന്നെയാണ് ഇന്ത്യയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് പാൻ കാർഡ്, നിങ്ങളുടെ അഡ്രസ് പ്രൂഫ്, ഐഡൻറ്റിറ്റി പ്രൂഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രജിസ്ട്രേഷൻസോ ലൈസൻസസോ ഒക്കെ ബാങ്ക് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. ഇനി ഇതിൽ തന്നെ കറണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിമിൽ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സിൻ്റെ ഒരു ആവശ്യങ്ങൾക്കായിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ നിങ്ങളുടെ ബിസിനസ്സിന് ബാധകമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒബ്റ്റെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തുടങ്ങുകയാണ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ്, പക്ഷേ ഓൺലൈൻ ബിസിനസ്സിലാണ് നിങ്ങൾ തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല ഓഫ്ലൈൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ അതായത് പ്രൊഡക്ട്സ് മാത്രം ഡീൽ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര ലാക്സിന് മുകളിൽ ആനുവൽ സെയിൽസ് ടേൺ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കണം. സർവീസസിനാണെന്നുണ്ടെങ്കിൽ ഇത്ര സ്ലാബ് ഉണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അപ്ലിക്കബിൾ ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് GSTയുടെ വെബ്സൈറ്റിൽ പോയിട്ട് GST രജിസ്ട്രേഷനായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ GST പ്രാക്ടീഷണർ മുഖേന സർവീസ് ഒബ്റ്റെയിൻ ചെയ്തിട്ട് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് MSME രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമും പ്രോഗ്രാംസ് ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് സോൾ പ്രൊപ്രൈറ്റർഷിപ്പായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് MSMEയുടെ വെബ്സൈറ്റിൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഉദ്യോഗാധാർ രജിസ്ട്രേഷൻ പോർട്ടൽ മുഖേന ചെയ്യാവുന്നതാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് MSME രജിസ്ട്രേഷൻ. ഇനി അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അക്ഷയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുന്നതാണ്. ഇനി അടുത്തത് പ്രൊഫഷണൽ ടാക്സിന് രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. അത് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളുടെ സ്റ്റേറ്റ്, നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊഫഷണൽ ടാക്സിന് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൻ്റെയും റിക്വയർമെൻറ്റിനെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അടുത്തത് മറ്റ് ലൈസൻസുകൾ, പെർമിറ്റുകൾ, രജിസ്ട്രേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് ലൈസൻസുകളും പെർമിറ്റുകളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുഡ് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FSSAIയുടെ ലൈസൻസ് വേണം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ വേണം. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി എന്താണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നത് എന്നുള്ളത് റിസർച്ച് ചെയ്യാം. അതിനുശേഷം ആ ഒരു നെസസറി ആയിട്ടുള്ള ലൈസൻസുകൾ ഒബ്റ്റെയിൻ ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ഏത് ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ ലൈസൻസ്, രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു സോൾ പ്രൊപ്രൈറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾക്ക് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരിക. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ ഇയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഇൻകം ടാക്സ് സ്ലാബിനനുസരിച്ചിട്ട് നിങ്ങൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ റിക്വയർഡ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം.
അപ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ആനുവലി ഫയൽ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്തതാണ് ലീഗൽ ലോക്കൽ റെഗുലേഷൻസുമായിട്ട് നിങ്ങൾ കംപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതായത് ലോക്കൽ ബോഡിയിൽ നമ്മുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യേണ്ട സംഗതികൾ വരുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. എന്തെങ്കിലും സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഉണ്ടോ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലോക്കൽ ബോഡിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അത് ചെയ്യാം. ഇത് ചിലപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ റെഗുലേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ റെഗുലേഷൻസ് ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ട് ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ, അതായത് ബിസിനസ് ഇടപാടുകളുടെ, നിങ്ങളുടെ ഇൻകത്തിൻ്റെ, എക്സ്പെൻസുകളുടെ എല്ലാം പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ടാക്സ് കംപ്ലയൻസ് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബിസിനസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും അങ്ങനെ ചുമ്മാ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നതിനേക്കാൾ ബെറ്ററാണ് നമ്മളതിന് ഒരു മാസത്തിൽ ഇത്ര എക്സ്പെൻസസ് ഉണ്ടായി, അതുപോലെ ഇൻകം ഇത്ര ഉണ്ടായി, സെയിൽസ് ഇത്ര ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ ലീഗൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നതും നല്ലൊരു ഓപ്ഷനാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മൾ ശരിക്കും ഡോക്യുമെൻ്റ് വൈസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. പാർട്ണർഷിപ്പ് ഒക്കെ പോലെ നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുകയോ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇല്ല. കാരണം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സിനും അത് തുടങ്ങുന്ന ആൾക്കും സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടും ഒരേ ഐഡൻറ്റിറ്റിയിലാണ് അറിയപ്പെടുന്നത് എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സൊന്നും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനില്ല. പക്ഷേ ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തിരിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്, MSME രജിസ്ട്രേഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് എടുക്കാം, ബിസിനസ്സിനുമായി സംബന്ധിച്ചിട്ടുള്ള ലൈസൻസുകൾ, രജിസ്ട്രേഷൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മറ്റ് ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്ന ഒത്തിരി കണ്ടൻറ്റ് ഈ ഒരു ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ കണ്ടു നോക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന കണ്ടൻറ്റ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അധികവും ഇ-കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ സാധ്യതകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.